പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ ശരിയാണോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഒന്നാമത്തെ ഫയലായ ഗ്രീൻ ആപ്പിൾ, പച്ച ആപ്പിൾ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് നാം ആദ്യം നോക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന നിങ്ങളുടെ തോന്നൽ ശരിയാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ജീവിതത്തിൻ്റെ വിഭിന്നമായ സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ഒരേ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ള രീതിയിലേക്ക് ആ വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളോട് പോലും മനസ്സ് തുറക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ആ വ്യക്തിയുടെയും നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ വ്യക്തി മനസ്സിലാക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഇത് സംബന്ധിച്ച് കടന്നു പോയിട്ടുണ്ട്. മനസ്സിൽ എപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും ജീവിതം നൽകിയ ഒരു വിധി അനുസരിച്ച് ആ സ്നേഹം നിങ്ങളോട് പരിപൂർണമായി പ്രകടിപ്പിക്കുന്നതിന് ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. ഹൃദയത്തിൽ ഒരുപാട് വിഷമം ആ വ്യക്തി കൊണ്ടു നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ജീവിതത്തിൽ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിച്ച് കടന്നു പോകാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അതിന് സാധിച്ചില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, മാത്രമല്ല നിങ്ങളോട് വെറുപ്പുള്ള കുറേ ആളുകളുടെ ഒരു പ്രേരണ ആ വ്യക്തിയിലുണ്ടായി. അപ്പോൾ നിങ്ങളെ ആ വ്യക്തി വെറുത്തില്ല. അവർ പറയുന്നത് ശരിയാണെന്നും ആ വ്യക്തി കരുതിയില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ചില വേദനകൾ അവിടെ മൂടിക്കിടന്നു. മനസ്സിൻ്റെ ഉള്ളിൽ കുറേ വിഷമങ്ങൾ അവിടെ ഉണ്ടായി. കാരണം ജീവിതത്തിൽ തനിക്ക് വലിയ തരത്തിലുള്ള ചതിയും വഞ്ചനയും ഒക്കെ പാത്രമാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സഹിക്കേണ്ടി വന്നു. അതിനിടയിൽ തൻ്റെ ജീവിതം ആസ്വദിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള തോന്നൽ ആ വ്യക്തിക്ക് പോലും ഉണ്ട്. പലപ്പോഴും നിങ്ങളെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖവും ആ വ്യക്തിക്കുണ്ട്. അങ്ങനെ അതെല്ലാം പേറിയാണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ആ വ്യക്തിയിൽ നിന്നും പ്രത്യക്ഷമായി പലപ്പോഴും സ്നേഹം സ്വീകരിക്കാനോ സ്നേഹം ലഭിക്കാനോ ആ വ്യക്തിക്ക് തന്നെ മനസ്സ് തുറന്ന് നിങ്ങളെ സ്നേഹിക്കാനോ സാധിച്ചിരുന്നില്ല. അത് ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണഘട്ടമായിരുന്നു. അതല്ലാതെ നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹക്കുറവില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ താല്പര്യമില്ല എന്നുള്ള നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്. അതിൽ ഒരുപാട് ഘടകങ്ങൾ കയറി പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും കുറ്റബോധത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. അടുത്തതായി ഈ പുഷ്പം ഫയലായി തിരഞ്ഞെടുത്ത റീഡിങ്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല എന്ന നിങ്ങളുടെ നിഗമനം ശരിയാണോ എന്നുള്ളതാണ്. ജീവിതം വല്ലാത്ത പരീക്ഷണഘട്ടമായി രണ്ടുപേർക്കും കടന്നുപോയി. നിങ്ങളും ആ വ്യക്തിയും ആഗ്രഹിച്ചതല്ല പലതും സംഭവിച്ചത്. ജീവിതത്തിൻ്റെ തുടക്കഘട്ടത്തിൽ നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നു. പക്ഷെ കാലാന്തരത്തിൽ മറ്റ് പലതുമാണ് സംഭവിച്ചത്. ആ വ്യക്തിയുടെ ആഗമനവും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടലും ഒക്കെ അത്തരം കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. നിറമില്ലാത്ത, അല്ലെങ്കിൽ ആരും കൊതിക്കാത്ത, അല്ലെങ്കിൽ അത്ര ആകർഷണമല്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ളതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അനുഭവജ്ഞാനമില്ലായ്മ തന്നെയാണ്. പ്രത്യക്ഷത്തിൽ ഈ ജീവിതത്തോട് നിങ്ങൾക്കൊരു പക്ഷേ മടുപ്പ് തോന്നിയിട്ടുണ്ടാകാം. ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള ജീവിതത്തിന് എന്ത് നിലപാടാണ്, എന്ത് പ്രസക്തിയാണുള്ളതെന്ന് ഉള്ള ചില തോന്നലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അതൊന്നുമല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടതും നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങൾ ആ വ്യക്തിയുമൊത്തുള്ള ഒരു ജീവിതം ഉണ്ടായതും
എല്ലാം മുകളിലുള്ളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ശക്തിയുടെ താല്പര്യപ്രകാരമാണ്. നിങ്ങളെത്ര അവഗണിച്ചാലും നിങ്ങളെത്ര വേണ്ടെന്ന് പറഞ്ഞാലും ഇത് നിങ്ങൾക്കുള്ളൊരു ജീവിതമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നിയ വിഷമം, ദുഃഖം, ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ജീവിതം അത്ര സുന്ദരമല്ല എന്നാണ്. പക്ഷെ നിങ്ങളൊരു ഘട്ടത്തിൽ അറിയും, നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിച്ച വ്യക്തി മറ്റു പലരും അവരെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി എന്ന് വിചാരിച്ച പല വ്യക്തികളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും, ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഏറ്റവും സുന്ദരമായിരുന്നു, ഏറ്റവും നല്ലതായിരുന്നു, ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെത്തും. അപ്പോഴാണ് ഇപ്പോൾ അനുഭവിച്ചിട്ടും നിങ്ങളറിയാത്ത സ്നേഹത്തിൻ്റെ വില നിങ്ങളറിയാൻ പോകുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. ആ സാഹചര്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നോക്കി കളിയാക്കിയ ചിലർക്കുണ്ടാകുന്ന തിരിച്ചടികളിലൂടെ പോലും നിങ്ങളത് തിരിച്ചറിയും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആശങ്കപ്പെടുന്ന ചിലരുടെ ജീവിതങ്ങൾ ഏറ്റവും ഭീകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടേത് അതുപോലെ ആയില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ അസൂയപ്പെടുന്ന ചിലരുടെ ജീവിതം, അതിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമുള്ള ബന്ധം മികച്ച ആയിരുന്നു എന്ന ബോധ്യത്തിലേക്ക് നിങ്ങളെത്തിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.